അയ്യൻകുന്ന് പഞ്ചായത്തിലെ പാലത്തുംകടവിൽ ബാരാപ്പോൾ പദ്ധതി പ്രദേശത്ത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ രാഹുലിനെ പുള്ളിപ്പുലി ആക്രമിച്ചു. സഹപ്രവർത്തകർ ചേർന്ന് ആകാശത്തേക്ക് വെടിയുതിർത്ത് രാഹുലിനെ രക്ഷപ്പെടുത്തി. മാസങ്ങളോളം പഴക്കമുള്ള പരിക്കുകളുണ്ടായിരുന്ന പുള്ളിപ്പുലി പിന്നാലെ ചത്തു. ഇന്നലെ വൈകിട്ട് ബാരാപ്പോൾ പദ്ധതി പ്രദേശത്ത് പുഴതീരത്ത് സോളാർ പാനലുകൾ സ്ഥാപിച്ച ഭാഗത്താണ് സംഭവം. വൈകിട്ട് 4:30 റീഡിംഗ് എടുക്കാനെത്തിയ KCB സോളാർ വിഭാഗം ജീവനക്കാരായ പ്രവീണും ധനേഷുമാണ് പുലിയെ കാണുന്നത്. ഭയന്നോടി ഇരുവരും സോളാർ പാനലിന്റെ മുകളിൽ കയറിയിരുന്ന് KCB അധികൃതരെ വിവരമറിയിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മേരി റജിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളും ഇരിട്ടി സെഷൻ ഫോറസ്റ്റ് ഓഫീസർ സുനിൽ കുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ രാഹുൽ, അമൽ, സരിക എന്നിവരടങ്ങിയ വനംവകുപ്പ് സംഘവും സ്ഥലത്തെത്തി. പുലി സമീപത്തെ കാട് പിടിച്ച ഭാഗത്തേക്ക് കയറിയിട്ടുണ്ടെന്ന് ഇവർ അറിയിച്ചതോടെ വനം സംഘം നിരീക്ഷണത്തിനായി ഈ ഭാഗത്തേക്ക് നീങ്ങി. തിരച്ചിൽ നടക്കുന്നതിനിടയിൽ പുലി രാഹുലിനെ ആക്രമിക്കുകയായിരുന്നു. ഇതോടെ വനസംഘം കൈവശമുണ്ടായിരുന്ന ടെൽബോർ തോക്കുപയോഗിച്ച് ആകാശത്തേക്ക് വെടിയുതിർത്ത് പുലിയെ അകറ്റി. പിന്നാലെ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. രാഹുലിനെ ഉടൻ ഇരിട്ടി അമല ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പുലി രാഹുലിനെ ആക്രമിക്കുമ്പോൾ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 50 മീറ്റർ ദൂരത്തിലുണ്ടായിരുന്നു. കൊട്ടിയൂർ റേഞ്ചർ ടി നിധിൻ രാജ്, ആറളം RRT വെറ്റിനറി സർജൻ ഡോക്ടർ ഇല്യാസ് റാവുത്തർ, തോലമ്പ്ര സെക്ഷൻ ഫോറസ്റ്റർ CK മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ സംഘം പരിശോധന നടത്തി. പുലിയുടെ ഇടത് മുൻകാലിന്റെ പാദത്തിൽ ആഴത്തിൽ മുറിവും ഇടത് പിൻകാലിൽ ബോൾ പോലെ നീര് വന്ന് വീർത്ത പരിക്കുകളും കണ്ടെത്തി. സ്വാഭാവികമായി തീറ്റയെടുക്കാൻ പറ്റാത്ത വിധം ക്ഷീണമുണ്ടായിരുന്ന പുലി പരിക്കുകൾ മൂലമാണ് ചത്തതെന്നാണ് നിഗമനമെന്നും വനസംഘം സൂചിപ്പിച്ചു. 10 വയസ്സിലധികം പ്രായമുള്ള ആൺപുലിയായിരുന്നു. ആറളം RRT ആസ്ഥാനത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയ പുലിയെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തി പ്രോട്ടോകോൾ പ്രകാരം സംസ്കരിക്കും. പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ കൃത്യമായ കാരണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിശ്വനാഥനും സ്ഥലത്തെത്തിയിരുന്നു.